സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ എക്സാമും കഴിഞ്ഞു. അയ്യോ, ഇത്ര പെട്ടെന്ന് രാവിലെ ശരി. അയ്യോ, ഇന്നെനിക്ക് ഇംഗ്ലീഷ് ക്ലാസ് ടെസ്റ്റ് ഉണ്ടല്ലോ. ഞാൻ വേഗം പോയിരുന്ന് പഠിക്കട്ടെ. അതായിരിക്കും നല്ലത്. പഠിക്കാം നമുക്ക് വേഗം പോയിട്ട്. ഞാൻ അവിടെ ഇരുന്ന് പഠിക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് എവിടെ? അതെ, ഞാൻ എന്താ ഇവിടെ ഇരുന്നിട്ടാ പഠിക്കുക. ഗൈസ്, ഇവിടെ ഞാൻ കുറേ നേരത്തിന് ശേഷം പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടോ. എനിക്ക് ഇത്ര പഠിച്ചിട്ടും കുറച്ചൊക്കെ ഓർമ്മയുള്ളൂ. ഒന്നും കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നോക്കാം. അയ്യോ, എടാ നീ ഇംഗ്ലീഷ് ക്ലാസ്സസിനെ പഠിച്ചാ? ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞു. ഇനി ഏതായാലും നമുക്ക് ഇവിടെ നിന്ന് റെഡിയായിട്ട് കുളിച്ചിട്ട് പോകണം ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കുളിക്കാം. നമുക്ക് എന്തായാലും ഈ സ്വിമ്മിംഗ് പൂളിൽ തന്നെ കുളിക്കാം. അതായിരിക്കും നല്ലത്. നമുക്ക് ഇവിടെ കുളിക്കാം ഗൈസ്, അതായിരിക്കും നല്ലത്. അയ്യോ ഗൈസ്, ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് എന്തായാലും ബാഗൊക്കെ എടുത്തിട്ടിട്ട് വേഗം ഇവിടെ നിന്ന് പോവാം. അതായിരിക്കും നല്ലത്. അങ്ങനെ ഞാൻ ഇവിടെ ബാഗൊക്കെ എടുത്തിട്ടു. ഇനി നമുക്ക് ഏതായാലും നേരെ സ്കൂളിലോട്ട് വിടാം. അയ്യോ ഗൈസ്, ഞാനൊരു കാര്യം മറന്നടേ. എന്താന്ന് വെച്ചാൽ ഇന്നില്ലേ റിസൾട്ട് ഡേ ആണ്. അയ്യോ, ഏട്ടനത് അറിഞ്ഞിട്ടില്ല ഇന്ന് റിസൾട്ട് ഡേ ആണെന്ന്. എനിക്ക് 100ൽ എത്ര മാർക്ക് കിട്ടുമോ? നോക്കാം. നമുക്കെന്തായാലും ബാക്കിൽ കയറിയിരിക്കാം. അതായിരിക്കും നല്ലത്. അയ്യോ, ഇനി നമുക്ക് നേരെ സ്കൂളിലോട്ട് വിടാം. അതായിരിക്കും നല്ലത്. ഗൈസ്, ഇവിടെ ഞാൻ സ്കൂളൊക്കെ എത്തിയിട്ടോ. ഇന്ന് പിന്നെ ഞാൻ ലേറ്റൊന്നുമില്ല. എല്ലാവരും നേരത്തെ വന്നോ? ശരി, ഇന്ന് പിന്നെ ലേറ്റൊന്നുമില്ല. നമുക്കിനി ബാഗ് അവിടെ വയ്ക്കാം. ഏതായാലും നമുക്ക് നമ്മുടെ സീറ്റിൽ പോയി ഇരിക്കുക. അതായിരിക്കും നല്ലത്. അയ്യോ, ഒന്ന് ഫസ്റ്റ് പീരീഡ് തന്നെ ഇംഗ്ലീഷായി. ശരി, ഫസ്റ്റ് പീരീഡ് ഇംഗ്ലീഷ് വേണ്ടായിരുന്നു. നോക്കാം. സ്റ്റുഡൻസ് എല്ലാം റെഡി ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ തരാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഈസ് ലോങ്ങസ്റ്റ്? ഇതിൽ ഏതാ ലോങ്ങസ്റ്റ്? ഫെബ്രുവരി. സത്യം പറഞ്ഞാൽ നമ്മളെ വട്ടാക്കാണ്. ഫെബ്രുവരി അല്ലല്ലോ ലോങ്ങസ്റ്റ്. ക്യാച്ച് 5 ഫോളിങ് ആപ്പിൾസ്. ഇവിടെ ഞാൻ ഫോൾ ചെയ്യുന്ന ആപ്പിൾസിനെ പിടിച്ചോണ്ടിരിക്കണേ. മേലേക്ക് പോകണമല്ല, ഫോളിങ്. ഓക്കെ, യെസ്, നമ്മളങ്ങനെ എല്ലാ ആപ്പിളിനെയും പിടിച്ച് കഴിഞ്ഞു. നെക്സ്റ്റ്, തോമസ് ജംപ് ടു ദ അതർ സൈഡ്. അതർ സൈഡ് അതിപ്പോൾ എങ്ങനെയാ ആക്കുക? നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഈ ടോമിനെ മഷ്റൂം കൊടുക്കുക. ഇവിടെ ഒരു മഷ്റൂം കണ്ടില്ലേ? അത് നമുക്ക് കൊടുക്കുക. അതായിരിക്കും നല്ലത്. അങ്ങനെയാണ് ചിലപ്പോൾ. യെസ്, അങ്ങനെ അത് പോയിട്ടുണ്ട്. സൂപ്പർ ടോം. ടേൺ ഇറ്റ് ഓഫ് ടു ഡേഞ്ചറസ്. അത് ഓഫ് ചെയ്യാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ബട്ടൺ പ്രസ് ചെയ്താൽ പോരെ. ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഈസി. ഇതൊക്കെ ഏത് പൊട്ടാണ് ഉപയോഗിക്കുക? ഇതും ഈസിയാണ്. 4+5 കണ്ടില്ല, 27. ഈസി. ദാറ്റ് ഈസ് ബേസിക് മാത്സ്. പുട്ട് ദം ഇൻ ഓർഡർ. ഓക്കെ, 4 വെച്ച് വെക്കട്ടെ. ഓക്കെ, സെറ്റ്. 1. അയ്യോ, പിന്നെ സെക്കൻഡ് ഏതായിരുന്നു? 49 തോന്നുന്നു. ഓക്കെ, ഇതെങ്ങനെയാണെന്ന് വിചാരിക്കും. യെസ്, പിന്നെ അല്ല, കറക്റ്റ്. നൈസ് മെമ്മറി യു ഹാവ് ദെയർ. 5 മൈനസ് 40. വിച്ച് ഈസ് ദ മിസ്സിംഗ് നമ്പർ എന്നാണ് ഇത്. അടുത്തത്, ഹൗ മെനി മന്ത്സ് ഹാവ് 28 ഡേയ്സ്? 1 മന്ത് അല്ലേ? തെറ്റാണ് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 12 മന്ത്സ് ആയിരിക്കും എന്ന് തോന്നുന്നു. 12 മന്ത്സ് എടുത്ത് നോക്കിയാലോ? 0 മന്ത്. 12 മന്ത്സ് എടുത്ത് നോക്കാം, അതായിരിക്കും നല്ലത്. 12 മന്ത്സ്. യെസ്, 12 മന്ത്സ് ആണ് കറക്റ്റ്. പ്ലീസ് സേവ് ദിസ് ബോയ്. ഇപ്പം അങ്ങനെ സേവ് ചെയ്യുക? ഞാൻ കല്ല് വെച്ചിട്ട് ആക്കണം. യെസ്, അങ്ങനെ അവനെ എല്ല് കൊടുത്തു. വേർ ഇസ് ദ ബ്ലാക്ക് ഷീപ്പ്? അയ്യോ, ഇതെനിക്ക് കിട്ടുന്നില്ലല്ലോ. കിട്ടണില്ല. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ടീച്ചറിൻ്റെ അടുത്ത് പോയി ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കുക, ആൻസർ പേപ്പർ കൊടുക്കുക. എനിക്കിത് കിട്ടുന്നില്ല. 10ൽ 9 കിട്ടുമല്ലോ, അത് മതി. സ്റ്റുഡൻസ്, ഇനി 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. വേഗം കഴിയും, എക്സാം എഴുതി കഴിയും. ടീച്ചർ, എൻ്റെ എക്സാം ഫിനിഷായി. ഗൈസ്, ഇനി ഏതായാലും നമുക്ക് ടീച്ചറിൻ്റെ അടുത്ത് പോയിട്ട് ആൻസർ പേപ്പർ കൊടുക്കാം. ഗൈസ്,
പിന്നല്ല എന്തായാലും ആൻസർ പേപ്പർ കൊടുക്കാം. ടീച്ചർ ആൻസർ പേപ്പർ എല്ലാം കിട്ടിയാ? ഒരെണ്ണം മാത്രം തെറ്റി. 10ൽ 9 കിട്ടിയല്ലോ, അത് മതി. ഗൈസ് ഇപ്പം സ്നാക്സ് ബ്രേക്ക് ആണ് കേട്ടാ. എന്തായാലും നമുക്ക് സ്നാക്സ് ഒക്കെ എടുത്ത് കഴിക്കാം. എൻ്റെ സ്നാക്സ് നിങ്ങൾ ഞെട്ടും. പിന്നെ ഞാൻ ആദ്യം ഒന്ന് വാഷ്റൂമിൽ പോയിട്ടെ എന്നിട്ട് സ്നാക്സ് എടുക്കാം. ഗൈസ് എൻ്റെ സ്നാക്സിന് എന്താന്ന് കാണിച്ചു തരട്ടെ, വരൂ ഗൈസ്. ഗൈസ് എൻ്റെ സ്നാക്സ് എന്ന് പറയുന്നത് ഈ ബർഗറാണ് ഗൈസ്. ഇത് കണ്ടില്ലേ, സീന് ബർഗറാണ്, ഒരു രക്ഷയില്ല. അവന്റെ മോക്ക് ചിക്കൻ ബർഗറാണ്, നമുക്കും ആ ബർഗർ എടുത്താലോ? അത് ശരി, അവർ നമ്മുടെ ബർഗർ എടുക്കാൻ വരുന്നത്. നമുക്ക് കാര്യം ചെയ്യാം, നമുക്കെല്ലാം കഴിച്ച് കഴിയാം, അതായിരിക്കും നല്ലത്. ഗൈസ് ഇവിടെ അങ്ങനെ ഞാൻ ബർഗറൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് എന്താണ് പോവാ. സ്റ്റുഡൻസ് എല്ലാവരും ലൈനായിട്ട് നിൽക്കൂ. ഇപ്പോൾ റിസൾട്ട് നോക്കാൻ പോകണം. റിസൾട്ട് നോക്കാൻ പോവേ? അത് ശരി. എൻ്റെ മാർക്ക് എത്രയാണ് അതുപോലെ 100ൽ എത്ര മാർക്ക് എനിക്ക് കിട്ടും? നോക്കാം, ചിലപ്പോൾ എത്ര മാർക്ക് കിട്ടും. 100ൽ 2 മാർക്കാ? അത് ശരി. ഗായ്സ് ഇവിടെ ഇപ്പോൾ പണി പാളി. 100ൽ 2 മാർക്കേ ഉള്ളൂ. ഇനിയിപ്പോൾ അവിടെ പോയി എന്തായിരിക്കും അവസ്ഥ. ഗായ്സ് ഇനി ഏതായാലും നമുക്ക് ഇവിടെ നിന്ന് വീട്ടിൽ പോവാട്ടോ, അതായിരിക്കും നല്ലത്. അയ്യോ, നമുക്കെന്തായാലും വീട്ടിൽ പോവാം, അതായിരിക്കും നല്ലത്. ഇപ്പോൾ വീട്ടിൽ പോയാൽ നമ്മുടെ ഏട്ടൻ എന്ത് പറയുമോ, എന്തായിരിക്കും അവസ്ഥ? നോക്കാം. നമുക്കിനി ഏതായാലും വീട്ടിലെത്തിയിട്ട് കാണാം. ഏട്ടാ അന്ന് എനിക്ക് റിസൾട്ട് കിട്ടി. റിസൾട്ട് കിട്ടിയ നിനക്ക്? 100ൽ എത്ര മാർക്ക് കിട്ടിയ? വേഗം പറ, എനിക്ക് സമയമില്ല. എനിക്ക് 100ൽ കിട്ടിയത് എത്രയാന്ന് പറയട്ടെ. 100ൽ എനിക്ക് വെറും 2 മാർക്കേ ഉള്ളൂ. 2 മാർക്കാ? നിന്നെ ഞാനിപ്പോ ശരിയാക്കിയല്ലോ. വേണ്ടെന്ന് വെക്കുമ്പോഴാണ് അവൻ 100ൽ 2 മാർക്ക്. ഇത്രയും കാട്ടി വേഗം നീ 100ൽ 0 മാർക്ക് വാങ്ങിക്കണം. ഇപ്പൊ നിന്നെ ശരിയാക്കി തരണം. അയ്യോ ചേട്ടാ വേണ്ട, അങ്ങനെയൊന്നും പറയല്ലേ. അയ്യോ, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആവോടാ, നോക്കിയോ. ഇതെന്താ അലാറം ഓടിക്കണേ? ഇത് സ്വപ്നമായിരുന്നാ? അത് ശരി, ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ഇത് സ്വപ്നം വരുന്നതാണ് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്.